ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക വിചാരിച്ചതൊക്കെ, അനാമികയുടെ പദ്ധതികളൊക്കെ പാളിപ്പോവാണ് കേട്ടോ. അതായത് ദേവയാനിയുടെ മാറ്റം, അത് വല്ലാത്തൊരു തിരിച്ചടി അനാമികക്ക് ആയി വരികയാണ്. ഇതേ സമയം അനാമിക വീട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു സന്തോഷ വാർത്തയുമായി നയന വീട്ടിലോട്ട് കയറി വരികയാണ്. തൻ്റെ അമ്മയോട് വന്നിട്ട് പറയാണ്, ദേവയാനിയോട് വന്നിട്ട് പറയണം, അമ്മേ എൻ്റെ അച്ഛന് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനി പറയണ, മോള് സഹായിക്കാൻ പോകുന്നുണ്ട്, പഴയതുപോലെയൊന്നും നീ അങ്ങനെ ഇങ്ങനെയൊന്നും ആരോഗ്യം കേടുവരുത്തരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇല്ല അച്ഛന് തനിയെ ചെയ്യും, അതെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന അങ്ങനെ ഒരു വിഗ്രഹത്തിൻ്റെ പണിയാണ്, കോടിക്കണക്കിന് വിലമതിക്കുന്ന പണിയാണ്. അതിൽ കുറേ സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് ചെയ്യാൻ അവർ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ തരും എന്നൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നിൻ്റെ അച്ഛൻ്റെ നല്ല ഭാഗ്യമാണ്, നിൻ്റെ അച്ഛൻ ഈ വയസ്സാം കാലത്തും പണി ചെയ്യേണ്ട, ഞാൻ എന്തെങ്കിലും കൊടുത്തോളാം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നിൻ്റെ അച്ഛന് തയ്യാറല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയല്ല അമ്മേ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്, അതിനീ പറയുന്നത് കാര്യമാണ് എന്ന് ദേവയാനി പറയാണ്. അത് കേട്ടിട്ട് അവിടുത്തെ മുത്തശ്ശൻ വരികയാണ്. മൂർത്തി സാർ വന്നിട്ട് പറയാണ്, ഞാൻ പറയുന്നതിൽ അർത്ഥമുണ്ട്, ഗോവിന്ദനും ഈ ഞങ്ങളൊക്കെ അങ്ങനെയാണ്, സ്വയം അധ്വാനിച്ച് തിന്നതും മറ്റുള്ളവർ തരുന്നതും അത് രണ്ടും രണ്ടാണ്, അതുകൊണ്ട് ഇതോടുകൂടി നിൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് മാറും എന്നിങ്ങനെ നയനോട് പറയണം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജലജ എന്താ എന്നൊക്കെ ചോദിച്ച് വരുമ്പോൾ, അപ്പോൾ അത് പറയാൻ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശിയോട് വീണ്ടും ചോദിക്കുക, അതെന്താ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മുഖത്തിനൊരു തിരിച്ചിൽ, ഇവിടുത്തെ മകളാണെന്നൊക്കെ പറച്ചിലാണ്, പക്ഷേ ആ എടുത്തു വളർത്തിയ ആ ഒരു രീതിക്ക് തന്നെയാണ് നിങ്ങളുടെ പെരുമാറ്റം എന്ന് ജലജ പറയണേ. അപ്പോഴാണ് ജാനകിയും ഈ പറയുന്ന അനാമികയും കയറി വരുന്നത്. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഇത്ര വലിയ കാര്യമായ ചർച്ച എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നയന അങ്ങ് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും ജാനകിക്ക് അധികമൊന്നും ഇഷ്ടമല്ലല്ലോ നയന സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ദേവയാനി അതിൽ കയറി ഇടപെടുകയാണ്. അതായത് നയനയുടെ അച്ഛനെ എല്ലാവരും വില കുറച്ച് കണ്ടിരുന്നു, ഞാനടക്കം. ഇന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടില്ലേ, ലക്ഷങ്ങൾ കോടികൾ വിലമതിക്കുന്ന ഒരു വിഗ്രഹമാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അത് ഇന്ന് ഡേറ്റിന് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അതിനുള്ള സ്വർണവും കാര്യങ്ങളൊക്കെ ആ വിഗ്രഹത്തിൽ ചെയ്യേണ്ട ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് അനാമിക ആകെ കണ്ണ് തള്ളിപ്പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കൂടെ രേവതി ഉണ്ടല്ലോ, അനാമികയുടെ അമ്മ, അങ്ങനെ അനാമിക ഇങ്ങനെ ചെറുതായി പിച്ചാണ്. അമ്മ എന്താ ഈ കാണിക്കുന്നത്, എന്നെ എന്തിനാ പിച്ചെന്ന് എന്നിങ്ങനെ അനാമിക ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ, എടേ ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ, നീ കേട്ടില്ല നയനയുടെ അച്ഛന് വലിയ പണി കിട്ടി എന്നൊക്കെ, അയാളുടെ കലാവിരുത് അയാൾ തെളിയിക്കുന്നു, നമ്മുടെ അച്ഛനെ പോലെ തട്ടിപ്പും വെട്ടിപ്പും കള്ളത്തരൊക്കെ ചെയ്തിട്ടല്ലല്ലോ അയാൾ ജീവിക്കുന്നത്, അയാൾ സ്വന്തമായ ഒരു പണിയൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ അച്ഛനെ കൊണ്ട് എന്തിനു കഴിയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ എന്താടി അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്, കുറ്റപ്പെടുത്തിയൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ് എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം അമ്മ എന്തിനാ എന്നെ പിച്ചിയത്, അതെൻ്റെ കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത്. എടി ഇനി നീ ഇവിടെ നിൽക്കുന്നോറും നിൻ്റെ ജീവന് ആപത്താണ്, കാരണം ഓരോ ദിവസവും ചെല്ലുന്തോറും ആ ജാനകി മാത്രമേ നിൻ്റെ കൂടെയുള്ളൂ, പിന്നെ ആ ജലജ ഇവിടെ ഈ വീട്ടിലെ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാൻ മാത്രം നമ്മളെ കൂടെ നിർത്തുന്നു എന്ന് മാത്രമല്ല, അവരുടെ സ്വഭാവത്തിൽ പലവട്ടം ഞാൻ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇറങ്ങിപ്പോയിക്കോളാൻ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അധികം മുന്നോട്ട് നമുക്കിവിടെ ജീവിതം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, നമ്മുടെ സത്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ദേവയാനി പറയുന്ന മുത്തശ്ശനൊക്കെ നമ്മളെ അടിച്ചെടുക്കും, അതിന് മുന്നേ തന്നെ എൻ്റെ ഭർത്താവ് അത് ചെയ്യും, ഇപ്പോൾ അവർ തമ്മിൽ സ്നേഹത്തിന് ചെറിയൊരു തുടക്കം വിട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ അനാമിക പറയാം, അതൊക്കെ എന്തിനിപ്പോൾ അമ്മ ഈ കഥയൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ എനിക്കറിയാവുന്ന കാര്യമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എല്ലടി ഞാൻ പറയുന്നത് അതല്ല, ആ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, എന്ത് കാര്യം, കോടികൾ വിലമതിക്കുന്ന വിഗ്രഹമാണെന്ന്, അതിന് എത്രക്കേ സ്വർണങ്ങൾ കൊണ്ടുവരുന്ന, അങ്ങനെ എന്തൊക്കെയാണ് അവർ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഒന്ന് നമുക്ക് ഒളിച്ചും പാത്തും ഒന്ന് നോക്കണം, അതെന്തിനാ, അത് കട്ടുകൊണ്ട് പോകാനാ, എന്താ സംശയം, കട്ടുകൊണ്ട് പോവുക തന്നെ വേണം അമ്മേ, കളിച്ച് കളിക്കാര്യത്തിലോട്ട് എത്തരുത് കേട്ടോ, ഇതുവരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ളൂ, നല്ല തെളിവോടുകൂടി പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു, അതും കൂടി ഇല്ലാതാവണോ, ഉള്ള കഞ്ഞി ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ആ കഞ്ഞിക്ക് അമ്മ ഇങ്ങനെ മണ്ണ് വാരിയിടണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എടി ഞാനൊന്ന് പറയട്ടെ, അതിന് മുന്നേ നീ ഇങ്ങനെ ഇടങ്കോലിടല്ലേ, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയാൻ ഒരുങ്ങണം കേട്ടോ. അതായത് നയനയുടെ അച്ഛൻ ഗോവിന്ദൻ ആ വിഗ്രഹം പണിയട്ടെ, അതിൽ നയനയുടെ കയ്യൊപ്പും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഉള്ളതുപോലെ പറയണല്ലോ, അവൾ എവിടെ തൊട്ടാലും അത് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്, എന്തെന്നെ ആയാലും, സാരി വർക്ക് ആണെങ്കിലും വിഗ്രഹ വർക്ക് ആണെങ്കിലും എന്തിന് ഡിസൈൻ വർക്ക് ആണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും അങ്ങനെ അത് പറയേണ്ടതില്ല,
അത്രയും ഭംഗി തന്നെയാണ്. അതുകൊണ്ട് അവളുടെ കയ്യൊപ്പും കൂടി ആവുമ്പോൾ ആ വിഗ്രഹം അത് പറഞ്ഞതിലും വില കിട്ടും. ഈ പറഞ്ഞവൻ അയാളെ പറ്റിച്ചിട്ടുണ്ടാകും. ഗോവിന്ദനാണ്, അതിസാമർത്ഥ്യമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്, കിട്ടുന്നത് മതി വിഗ്രഹം, അത് ദൈവത്തിൻ്റെ ആ ഒരു ഇതല്ലേ എന്നൊക്കെ കരുതി ദൈവം അയാൾക്കെല്ലാം കൊണ്ടുവന്നു തരുമെന്നൊക്കെ ഒരു പ്രതീക്ഷയാണ് അയാളിലുള്ളത്. അതുകൊണ്ടാണല്ലോ മകൾക്കും അച്ഛനും ഇത്ര വലിയ കഴിവുണ്ടായിട്ടും എവിടെയും എത്താതെ പോയത്. ഈ അനന്തപുരിയിൽ വന്ന് അനന്തപുരിക്ക് എത്ര നേട്ടങ്ങൾ ആ നയന ഉണ്ടാക്കി കൊടുത്തു. ഇതെന്താ അമ്മ നയനയുടെ നേട്ടം പറയാനും നയനയുടെ പുകഴ്ത്തി പറയാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. എടി ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നീ ഇങ്ങനെ ചാടിക്കടിക്കല്ലേ, പറയുന്ന കാര്യത്തിലോട്ട് എത്തട്ടെ എന്നിങ്ങനെ പറയണം. പറഞ്ഞൂട്, ഇത്ര വലിയ കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. നയനയുടെയും നയനയുടെ അച്ഛൻ്റെയും ഈ വാക്കുകൾ കൊണ്ടുള്ള പുകഴ്ത്തലുണ്ടല്ലോ, അത് അങ്ങനെ കേട്ട് നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താണ് കാര്യമെന്നിങ്ങനെ അനാമിക ചോദിക്കുകയാണ്. അങ്ങനെ രേവതി പറയണി, ഹെടി ആ വിഗ്രഹത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വിഗ്രഹം നമുക്കങ്ങ് മോഷ്ടിക്കണം. എന്താ അമ്മ വിചാരിച്ചത്, വല്ല പാവക്കുട്ടിയെ മോഷ്ടിക്കാമെന്നാണ് അമ്മ കരുതിയത്? അതിനെന്തുമാത്രം വെയിറ്റ് ഉണ്ടാവുമെന്ന് അമ്മക്ക് അറിയുമോ? അതൊക്കെ എനിക്കറിയാടി. അതൊക്കെ വേണ്ട വിധത്തിൽ നിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ അത് നടക്കും. അത് വേണ്ട വിധത്തിൽ അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോയാൽ കോടികൾ വിലമതിക്കുന്ന മുതലാണെങ്കിൽ കോടികൾ നമുക്ക് സ്വന്തമാക്കിക്കൂടെ? 1 കോടിയുടെ സാധനമാണെങ്കിൽ നമുക്കത് 2 കോടിക്കും വിൽക്കാം. കാരണം അവരുടെ ഭംഗി അത്രയാണ്. കാരണം അവരുണ്ടാക്കുന്ന ഓരോ വിഗ്രഹങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കാണാൻ ഭംഗിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയം അനാമിക പറയണം, അത് അമ്മ പറയുന്നത് ശരിയാണല്ലോ, അതിനൊക്കെ അച്ഛനെ കൊണ്ട് പറ്റുമോ? എടി നിൻ്റെ അച്ഛൻ എത്ര തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഈ അനന്തപുരിയിൽ നിന്ന് കൊണ്ടുപോയി ഇപ്പോൾ നിന്നെ ഈ വീട്ടിലോട്ട് കെട്ടിയില്ലേ? ആ കഥയൊന്നും പറയണ്ട, അതെൻ്റെ മിടുക്കുണ്ട്. അത് നിൻ്റെ മിടുക്കാണെങ്കിൽ ഇതും അച്ഛൻ ചെയ്തിരിക്കും. ചെയ്താൽ കൊള്ളാം, എന്നാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു, പിന്നീട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സമയം ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ വിഗ്രഹത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അങ്ങനെ നയന വന്നിട്ട് പറയാണ് ദേവയാനിയോട്, അമ്മേ, മുത്തശ്ശി എല്ലാവരും നാളെ വരണം, എൻ്റെ അച്ഛന് ഏറ്റവും വലിയൊരു വിഗ്രഹ വർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ പൂജയാണ്, അപ്പോൾ അതിന് ആൾ വരും, കൊണ്ടുപോകും, അപ്പോൾ അതെല്ലാവരും വന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അനാമിക ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് രേവതിയും. പിന്നീട് തലേ ദിവസം രാത്രിയാകുമ്പോൾ ആരും അറിയാതെ ആ വിഗ്രഹം ഗോഡൗണിൽ നിന്നും ഇവരെ മയക്കിക്കെടുത്തി തന്നെ അത് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ഇവർ ഉറക്കത്തിൽ നിന്നും വല്ലാത്തൊരു ക്ഷീണം, എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചതെന്ന് അറിയാതെ അവരിങ്ങനെ എണീക്കുകയാണ്. എണീറ്റിട്ട് എന്തപ്പോൾ എനിക്ക് സംഭവിച്ചത്, തലക്ക് വല്ലാതെ മന്ദത എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നയനയും ആദർശും ദേവയാനിയൊക്കെ കയറി വരുന്നത്. അപ്പോൾ ഇവർ എണീക്കുന്നുള്ളൂ. ഇതെന്താ നിങ്ങളിവിടെ പൂജയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നേരത്തെ എണീക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കിടന്നതേ ഓർമ്മയുള്ളൂ, ഇപ്പോഴെന്താ തലക്ക് വല്ലാത്തൊരു പെരുപ്പ് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും കനകവും നന്ദുവൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും അമ്മ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി നമുക്ക് പൂജയൊക്കെ ചെയ്യാമെന്ന് പറയണം. അങ്ങനെ നയനയോട് പറയണം പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കണമെന്ന് പറയണം. അങ്ങനെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കണം കേട്ടോ. അങ്ങനെ ഗോവിന്ദൻ താൻ ആദ്യം തന്നെ കണി കാണേണ്ടത് ആ വിഗ്രഹമാണെന്ന് കരുതി ആ ഗോഡൗണിലോട്ട് പോയി നോക്കുമ്പോൾ അവിടെ വിഗ്രഹമില്ല. അത് കാണുന്ന ഗോവിന്ദൻ്റെ ഒരു കരച്ചിൽ മാത്രമേ കേൾക്കുള്ളൂ. പിന്നീട് ഗോവിന്ദൻ ബോധം കിട്ടി വീണിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും ആ കരച്ചിൽ കേട്ട് നയനയും ആദർശും ദേവയാനിയൊക്കെ ഓടിച്ചില്ലാണ്. ആ വരവിലാണ് മുത്തശ്ശനും വരുന്നത്. അങ്ങനെ ഗോവിന്ദനെ എല്ലാവരും കൂടി മുഖത്ത് വെള്ളമൊക്കെ തെളിയിച്ച് ചോദിക്കുമ്പോൾ, എൻ്റെ വിഗ്രഹം കാണുന്നില്ല ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ആ കോടികൾ വില വരുന്ന ആ വിഗ്രഹം അവരുടെ ഒരുപാട് പണിതത് ഞാനാണെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നത് അവരാണ്, അവരോട് ഞാൻ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ കരയാണ്. അത് കേൾക്കുമ്പോൾ അനാമിക കൂടെ വന്നിട്ടുണ്ടല്ലോ, അനാമികക്ക് സന്തോഷം പറയാനില്ല. രേവതിയും കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും നയനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയണേ, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ഈ മനുഷ്യന് ഇങ്ങനെ നീറുന്ന സമയത്ത് വീണ്ടും നീറുന്ന വാക്കുകൾ പറയുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അതൊന്ന് നിർത്ത് എന്നിങ്ങനെ ദേവയാനി പറയാണ്. അങ്ങനെ ആ വാക്കുകൾ അങ്ങ് നിർത്തുകയാണ് കേട്ടോ. പിന്നീട് ആദർശ് വെറുതെ അങ്ങനെ വിടില്ല. ഞാനിത് അച്ഛന് ഇത്രയും വലിയൊരു സൗഭാഗ്യം കിട്ടിയത് ആരോ ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്, അത് അറിയുന്ന കള്ളൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്, എന്നാൽ ഞാനിത് കണ്ടെത്തുമെന്ന് തീരുമാനിക്കാം. അപ്പോൾ നന്ദുവും കൂടെ കൂടണേട്ടാ. അത് കാണുന്ന അനാമികക്ക് പേടിയാണ്. ആ നന്ദു എന്ന് പറയുന്നവൾ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായും അമ്മയെ നമ്മുടെ അച്ഛനെ പിടിക്കുക. ഇല്ലടി, അതൊക്കെ വിറ്റു, അത് എത്തേണ്ടടുത്ത് എത്തി എന്നൊക്കെ ഞാൻ പറയാണ്. അങ്ങനെ ഈ സമയം അവിടെ നിന്നും മുത്തശ്ശൻ അങ്ങ് മാറുകയാണ്. പിന്നീട് മുത്തശ്ശൻ DGPക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഈ വിഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അങ്ങനെ കാര്യമായ അന്വേഷണം തന്നെ നടത്തുമ്പോൾ വിഗ്രഹം ഇന്ന ഭാഗത്ത് കൊണ്ടുപോയി വിറ്റിട്ടുണ്ട് എന്നൊരിത് വരികയാണ്. അങ്ങനെ പോലീസ് കേസാവുകയാണ്. ആരാണ് അത് കൊടുന്ന് വിറ്റത് എന്ന് CCTV ദൃശ്യങ്ങൾ അത് കാണാൻ കേട്ടോ. ഇത് വിറ്റത് വേണുവാണെന്ന് നേരിൽ കാണുമ്പോൾ മുത്തശ്ശന് കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നിങ്ങൾ നടത്തിയിട്ടും അനന്തപുരിയിൽ
ഇന്നേ വരെ ചെയ്യാത്ത ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തിട്ടും ഞാൻ നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയത് ഒരു പെൺകുട്ടിയുടെ ഭാവി ആലോചിച്ച് മാത്രമാണ്. അതുകൊണ്ട് രേവതിയും വേണുവും ഇനി അനാമികയുമായ ഒരു ബന്ധം പാടില്ല. ഇവിടെ നിന്ന് ഈ സമയം പടിയിറങ്ങണം എന്ന് പറയണിട്ടോ. ഇത് കേൾക്കുന്ന രേവതിക്ക് ആകെ സങ്കടമാവണം. ഈശ്വര, എൻ്റെ മകള് എന്നൊക്കെയാണ് ചിന്തിക്കുകയാണ്. അപ്പോൾ വേണു പറയണം അത് നടക്കില്ല, ശബ്ദിക്കരുത്, ഇവിടെ കുറച്ച് നാൾ ഞാനൊന്ന് ഒതുങ്ങി എന്ന് കരുതി നിങ്ങൾ ശബ്ദം ഉയർത്തണ്ട. എൻ്റെ വാക്കുകൾക്ക് വേറെ ആർക്കെങ്കിലും എതിര് പറയാനുണ്ടെങ്കിൽ അവർക്കും ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആരും എതിര് പറയില്ല കേട്ടോ. അങ്ങനെ രേവതി പറയണേ എൻ്റെ മകളോട് എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ അടുത്തോട്ട് പോവാണ്. അങ്ങനെ അനാമികയോട് പറയണേ, എടി എല്ലാം കൈവിട്ടു പോയി, ഇനി നിനക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഏത് സമയവും നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്ന ആ ഒരു വാക്കുകളാണ് ആ മുത്തശ്ശിനെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ആ കിളവൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നീ ഇനി ഇവിടെ എന്നേക്കുമായി ഇനി ഇവിടെ സ്ഥാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നീ അനിയിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവണം. എന്താ അമ്മ പറയുന്നത്? വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായി അയാളുമായി ഒന്ന് അടുത്ത് കിടക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. പിന്നെയാണോ? അല്ലടി, നീ ഉണ്ടാവണം. അനിയുടെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ ഉണ്ടായെങ്കിലാണ് ആ നവ്യ നിന്നതുപോലെ നിനക്ക് ഒരുപാട് സ്വത്തുക്കൾ ഇട്ട് ഞങ്ങളെയും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ പറയാനിട്ടാ. അങ്ങനെ ഇനി അനിയെ വശീകരിക്കാനുള്ള ആ ഒരു തന്ത്രമായിരിക്കും ഇനി അനാമിക ചെയ്യുക.